യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ഇന്ന് ലോകരാജ്യങ്ങളിലെ എല്ലാ ദൈവമക്കൾക്കുള്ള പ്രധാനപ്പെട്ട സന്ദേശമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ളൊരു സന്ദേശം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിശുദ്ധ കുമ്പസാരം, അതുപോലെ വിശുദ്ധ കുർബാന. കാരണം വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. കാരണം നിങ്ങൾ വിശുദ്ധിയോട് കൂടിയിട്ട് പൂർണ്ണമായും അനുദവിച്ച് കുമ്പസാരം സ്വീകരിക്കുന്ന മക്കൾക്ക് പാപമോചനം ലഭിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾക്ക് വിടുതൽ ലഭിക്കുകയും ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം എല്ലാ മക്കളും അറിയേണ്ടതുണ്ട്. ഇത് ജെന്യുവനായിട്ടുള്ള കാര്യമാണ് ബ്രദർ പറഞ്ഞത്. എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ബ്രദർ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവമക്കൾക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ്? അതാണ് പരിശുദ്ധാത്മാവ്. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് സ്വന്തം ശരീരവും രക്തവുമാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ, എല്ലാ അസ്വസ്ഥതകളും മാറി നിങ്ങൾക്ക് ദൈവസ്നേഹം നിറയ്ക്കുന്നു. ദൈവസ്നേഹത്തിലൂടെ ദൈവാനുഗ്രഹം നിറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ തടസ്സങ്ങൾ മാറിപ്പോകുന്നു. സമാധാനം, സന്തോഷം കുടുംബജീവിതത്തിൽ ലഭിക്കുന്നു. അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന, ഒരുപാട് നേട്ടങ്ങൾ തരുന്ന, ഒരുപാട് അനുഗ്രഹം തരുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുർബാന. കാരണം വിശുദ്ധ കുർബാനയിലൂടെ ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഓരോ മക്കൾക്കും തന്ന് അനുഗ്രഹിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിരന്തരമായി സഹായിക്കുകയും നിങ്ങളുടെ നിത്യജീവിതത്തിൽ സമാധാനം, സന്തോഷം, ഐശ്വര്യം, സമ്പത്ത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു. കാരണം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമാണ് വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന. കാരണം വിശുദ്ധ കുർബാനയില്ലാതെ, നമ്മൾ ദൈവവചനമില്ലാതെ, ദൈവാനുഗ്രഹമില്ലാതെ ഈ ലോകത്ത് എന്ത് നേടിയാലും അത് നശ്വര മാത്രമായിരിക്കും. അനശ്വരമായ ദൈവത്തിൻ്റെ ആത്മാവിനെ നേടുമ്പോഴാണ് നമുക്കത് എന്നും എപ്പോഴും സ്ഥിരമായിട്ട് അനുഭവിക്കാൻ സാധിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലേക്ക് എല്ലാ മക്കളും തിരിച്ചു വന്ന് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ദൈവമായ കർത്താവ് സർവശക്തനാണ്, നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്, നിത്യസഹായകനാണ് എന്ന കാര്യം എല്ലാവരും ഓർക്കുക. ഇന്നത്തെ ഈ ക്രിസ്മസ് ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് അനുഗ്രഹം വർഷിക്കാൻ വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന്, കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ എല്ലാ മേഖലകളും അനുഗ്രഹം വർഷിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ ഓരോ മക്കളിലേക്ക് ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗ മേഖലകൾ, നിങ്ങളുടെ സാമ്പത്തിക മേഖല, നിങ്ങളുടെ കടബാധ്യത മേഖലയിലൊക്കെ കർത്താവിൻ്റെ അനുഗ്രഹം വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ഇന്നത്തെ ദിവസം ലൂക്കയുടെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം ഒക്കെ ഒന്ന് വായിച്ച് ധ്യാനിക്കുക.